Today our topic is Riemann sums. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്രാഫിൻ്റെ താഴേക്കുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, അതായത് ലോവർ സമ്മും അപ്പർ സമ്മും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. അതായത് കുറേ ഇൻ്റർവെൽസ് ആക്കി നമ്മളതിനെ മാറ്റിയിട്ട് ഓരോ ഇൻ്റർവെൽസിലുള്ള റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കണ്ടിട്ട് സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ താഴേക്കുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ y കൂടെ f(x) എന്ന ഫംഗ്ഷൻ്റെ മുകളിലേക്കാണ് നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അപ്പർ സം കിട്ടും. താഴേക്കാണെങ്കിൽ ലോവർ സം കിട്ടും. അതിൻ്റെ കറക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ലോവർ സമ്മിൻ്റെ അപ്പർ സമ്മിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മളിനി എന്ത് ചെയ്യാം, ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറയ്ക്കുക, അതായത് ഇൻ്റർവെലിൻ്റെ എണ്ണങ്ങൾ നമ്മൾ കൂട്ടുക. അതായത് ഇപ്പോൾ n ഇൻ്റർവെൽസ് ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്തിട്ട് കിട്ടുന്ന ആ സംഭവത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. അതായത് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സമ്മേഷൻ സിഗ്മ നൊട്ടേഷൻ നമ്മൾ റീമാൻ സം എന്താണ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ലെറ്റ് y equal to f of x be an arbitrary bounded function defined on a closed interval a b. For any integer small letter n, let x0, x1, etc. xn, where a equal to x0 less than x1 less than x2 less than etc. less than xn equal to b, be a partition of closed interval ab. For each k equal to 1, 2, 3, etc. to n, select a point ck belongs to xk minus 1 xk. നമ്മൾ എന്ത് ചെയ്തു, തന്നിട്ടുള്ള ഇൻ്റർവെലിന് നമ്മൾ എന്ത് ചെയ്തു, x0, x1, etc. xn ആയിട്ട് നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്ത് അവിടെ n ഇൻ്റർവെൽസ് ഉണ്ടായിരിക്കും ക്ലോസ് ഇൻ്റർവെൽ എബിന്. സോ നമ്മൾ ഓരോ ഇൻ്റർവെൽസാണ് ഏത് രൂപത്തിലുണ്ടായിരിക്കുക, x0, x1, x1, x2, etc. xk മൈനസ് 1 xk. ലാസ്റ്റ് ഇൻ്റർവെൽ എന്തായിരിക്കും, xn മൈനസ് 1 xn, അതായത് xn മൈനസ് 1 ബി ആണ് ഇൻ്റർവെൽ ആയിരിക്കും ഉണ്ടാവുക. ith ഇൻ്റർവെൽ ഏതായിരിക്കും, xi മൈനസ് 1 xc ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ഇൻ്റർവെൽ ഒരു CK എന്നൊരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് select a point CK where k equal to 1, 2, 3, etc. to n. CK belongs to xk minus 1 xk. Then we define Riemann sum for f on the closed interval AB corresponding to the partition x0, x1, etc. xn, and the choice of the points ck belongs to xk minus 1 xk to be the number. Then Sn equal to summation k equal to 1 to n f of ck delta xk ആയിട്ട് നമുക്ക് എന്ത് പറ്റും, റീമാൻ സം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം എഫ് ഓഫ് ck എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, ആ ഗ്രാഫിൽ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരും. ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിൻ്റെ ലെങ്ത്, അതായത് ബേസ് ലെങ്ത് ആയിരിക്കും, മറ്റത് അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും. സോ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ ആ എക്സ് കെ മൈനസ് 1 എക്സ് കെ എന്ന് പറഞ്ഞ ഇൻ്റർവെലിലുള്ള അതിൻ്റെ ഏരിയയാണ് വരിക. അങ്ങനെ ഓരോ ഇൻ്റർവെൽസിൻ്റെയും ഏരിയ നമ്മൾ സം ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ റീമാൻ സം ആണ്. അതായത് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ എക്സ് കെ മൈനസ് എസ് കെ മൈനസ് 1 ഡെൽറ്റ എക്സ് കെ എന്നാൽ അതിൻ്റെ ബേസ് വിഡ്ത്താണ്, അതായത് അതിൻ്റെ ഇൻ്റർവെലിൻ്റെ ലെങ്ത്താണ്. Now consider the graph of y equal to f of x where f of x is a continuous function defined on a closed interval. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ y equal to f of x നമ്മൾ കൺസിഡർ ചെയ്തു. ഫിഗറിൽ നോക്കാം, ഈ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കാം. നമ്മൾ x0, x1, x2, etc. xk മൈനസ് 1 xk etc. xn മൈനസ് 1 xn ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർവെലിന് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓരോ ഇൻ്റർവെൽസിന് നമ്മൾ മൊത്തത്തിൽ എ ബി എന്ന ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്തു, n ഇൻ്റർവെൽസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. x0, x1, x2, etc. xk മൈനസ് 1 xk etc. xn മൈനസ് 1 xn ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഓരോ ഇൻ്റർവെലിന് നമ്മൾ ഓരോ പോയിന്റ്സ് എടുത്തു, C1, C2 എക്സെട്ര. എക്സ് കെ മൈനസ് 1 എക്സ് കെയുടെ ഇടയിലുള്ള പോയിന്റ് ആയിട്ട് സി കെ എടുത്തു. ലാസ്റ്റ് ഇൻ്റർവെൽ ആയിട്ട് നമ്മൾ സി എൻ ആണ് ഒരു പോയിന്റ് എടുത്തു. അതാണ് ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ളത്. ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ടു എൻ സി കെ എഫ് ഓഫ് സി കെ ഈസ് എ പോയിന്റ് ഓൺ ദി കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അല്ലേ, സി കെ എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഗ്രാഫിലൊരു പോയിന്റ് ആയിട്ട് വരും. കാരണം നമുക്കറിയാം സി കെ എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെലിൻ്റെ അടുക്കുള്ള ഒരു ലെങ്ത് ആണ്. എഫ് ഓഫ് സി കെ എന്താണ്, അത് വൈയിലേക്ക് ജോയിൻ ചെയ്യിക്കുന്ന ആ പോയിന്റ് ആയിരിക്കും എന്ത്, എഫ് ഓഫ് സി കെ ആണ്. അപ്പോൾ സി കെ എഫ് ഓഫ് സി കെ ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ടു എൻ എന്തായിരിക്കും, ആ കർവിലൊരു പോയിന്റ് ആയിട്ട് വരും. If f of ck is positive, the number f of ck delta xk, അതിനാൽ എന്താണ്, ഹൈറ്റ് ഇൻറ്റു ബേസ് ആണ് വരിക, is the area of the rectangle with the base xk minus 1 xk and height f of ck. If f of ck is നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ f of ck delta xk is the negative of the area. f of ck പോസിറ്റീവ് ആണ്, എന്താണ്, ഈ എക്സ് ആക്സിൻ്റെ മുകളിലേക്കുള്ള ഏരിയ ആയിരിക്കും. f of ck നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ f of ck നെഗറ്റീവ് ആണെന്ന് താഴേക്ക് വരും, അതായത് എക്സ് ആക്സിന് താഴേക്കുള്ള ഏരിയ ആയിരിക്കും. Hence
From the above definition, it follows that Sn is the signed area under the graph of the step function which take the constant values f of ck on xk minus 1 xk. അപ്പോൾ നമുക്ക് റിമാൻ സം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വെച്ചിരുന്ന് പറയാനും ഈ റിമാൻ സം എന്ന് പറഞ്ഞാൽ ഒരു സൈൻഡ് ഏരിയ ആയിരിക്കും ബിറ്റ്വീൻ ദി ഗ്രാഫ് ആയിട്ട്. ഇഫ് വി ചൂസ് എ സീക്വൻസ് ഓഫ് പാർട്ടീഷൻസ് ഓൺ ഈച്ച് n such that the length delta xk equal to xk minus sk minus 1 approaches 0 as n becomes larger. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പാർട്ടീഷൻ നമ്മൾ കൂട്ടുകയാണ്, അതായത് എന്നിന് നമ്പർ നമ്മൾ കൂട്ടി, അതായത് ഇൻ്റർവൽസിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറയ്ക്കുക, അതായത് ഇൻ്റർവൽസിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുക, അതായത് ഈ ഡെൽറ്റ എക്സ് കെ എന്ത് ചെയ്യും സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പം എൻ ലാർജ് ആയിട്ട് വരും. എൻ ലാർജ് എന്നാൽ നമ്പർ ഓഫ് ഇൻ്റർവൽസ് കൂടുന്നു. ദെൻ ദ റീമാൻ സം അപ്രോച്ചസ് ദി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ റീമാൻ സമ്മിൽ നമ്മൾ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്തായിട്ട് മാറും, അത് ഇൻ്റഗ്രലിലേക്ക് മാറും. ആ ഇൻ്റഗ്രലിനെ വിളിക്കുന്നവരാണ് എന്ത്, റീമാൻ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് in the limit as n tending to infinity. From this and from the figure we assign see the connection between the integral and areas. The integral defined in this way is called Riemann integral. ഈ വേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻ്റഗ്രൽ വിളിക്കുന്നവരാണിത് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി റീമാൻ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. Choose for each n greater than 0 a partition x0, x1, etc. xn of closed interval ab into n sub-intervals such that maximum of delta xk equal to xk minus sk minus 1 in the above partition approaches 0 as n tending to infinity. If ck is a point chosen in the interval xk minus 1 xk, then integral a to b f of x dx equal to limit n tending to infinity Sn. That is equal to limit n tending to infinity summation k equal to 1 to n f of ck delta എക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ റീമാൻ സം ആയിരുന്നു. ആ റീമാൻ സം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ ആയിരുന്നു. അതിൽ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, അത് നമ്പർ ഓഫ് ഇൻ്റർവൽസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത് റീമാൻസ് ഇൻ്റഗ്രൽ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് എൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദി ഫോളോവിങ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് സം ആൻഡ് ദ ഹെൻസ് ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇൻ്റർവൽ നമ്മൾ എന്താക്കി മാറ്റണം, ഒരു സമ്മിനെ ലിമിറ്റാക്കി നമുക്ക് മാറ്റണം. അത് റീമാൻ സമ്മിലേക്ക് അതിനെ എക്സ്പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 4x³ + 1 dx. നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള അവിടെ എന്താണ്, 4x³ + 1 ആണ്. വേർ എക്സ് വാരീസ് ഇൻ ബിറ്റ്വീൻ 0 to 1. അവിടെ നിന്ന് കിട്ടിയത് ഈ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to 1 ആണ്. Let us divide the interval, closed interval 0, 1 into n sub-intervals with a partition of the form 0, 1 by n, 2 by n, etc. n minus 1 by n, 1. For each k equal to 1, 2, 3, etc. n, choose ck equal to k by n belongs to k minus 1 by n, k by n. അപ്പോൾ ഓരോ ഇൻ്റർവൽ ലെങ്ത് എന്തായിരിക്കും, 1 by n ആയിരിക്കും. അങ്ങനെ നമ്മൾ n ഇൻ്റർവൽ ആക്കി അതിന് നമ്മൾ പാർട്ടീഷൻ ചെയ്തു. എന്നിട്ട് ആ ഓരോ ഇൻ്റർവലും നമ്മൾ എന്തെടുത്തു, സി കെ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. സി കെ എന്ന് പറഞ്ഞാൽ കെ ബൈ എൻ എന്ന രൂപത്തിലുണ്ടായിരിക്കുക, വിച്ച് ബിലോങ്സ് ടു കെ മൈനസ് 1 by n, കെ ബൈ എൻ എന്ന ഇൻ്റർവൽ. ദെൻ എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ 4x³ + 1 ആണെങ്കിൽ എഫ് ഓഫ് സി കെ ഈക്വൽ ടു 4ck³ + 1 വരും. ദെൻ റീമാൻ സം ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു ദി എബോവ് പാർട്ടീഷൻ എസ് എൻ ഈക്വൽ ടു എന്ത് വരാം, സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ വരും. എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ, എഫ് ഓഫ് സി കെ നമുക്ക് എന്താണ് 4ck³ + 1 ഡെൽറ്റ എക്സ് കെ എന്നാൽ എന്താണ്, ആ ഇൻ്റർവൽ ലെങ്ത് ദാറ്റ് ഈസ് എക്സ് കെ മൈനസ് 1 വരും. ദാറ്റ് ഈസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ck³. സി കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കെ ബൈ എൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 4 into k by n whole cube plus 1. k by n minus k minus 1 by n ആണ് എന്ത് 1 ആണ് വരിക. എസ് കെ മൈനസ് 1 എന്നാൽ ഇന്റർണൽ ലെങ്ത് എന്നാൽ k by n minus k minus 1 by n വരും. ദാറ്റ് ഈസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to n 4x³ by n³ + 1 into 1 by n. ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രൂ ഔട്ട് n³ ഇവിടെ നമുക്കറിയാവുന്നതാണ് n³ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ 1 by n നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് n⁴ നമ്മൾ പുറത്തെടുത്തു. ദാറ്റ് ഈസ് 4 by n⁴ സമ്മേഷൻ k³ പ്ലസ് ഇവിടെ എന്ത് വരും, 1 by n ആണ്. 1 by n into സമ്മേഷൻ k ഈക്വൽ ടു 1 to n 1 വരും. ദാറ്റ് ഈസ് 4 by n⁴ into n into n മൈനസ് നമുക്കറിയാം k³, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്യൂബുകളുടെ സമ്മാണ് n into n + 1/2 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. n into n + 1/2 ഹോൾ സ്ക്വയർ വരും, പ്ലസ് 1 by n into n വരും.
ദാറ്റ് ഈസ് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ n സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ബൈ n സ്ക്വയർ പ്ലസ് n സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഹോൾ നമുക്ക് എന്ത് കിട്ടും 2 പ്ലസ് 2 ബൈ n പ്ലസ് 1 ബൈ n സ്ക്വയർ. ദാറ്റ് ഈസ് റീമാൻ സം ഈക്വൽ ടു ഇതാണ്. നമുക്കറിയാം റീമാൻ സമ്മിൽ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് റീമാൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ. therefore integral 0 to 1 4x³ plus 1 dx is equal to എന്ത് വരും ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn വരും. Sn എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് 2 ബൈ n പ്ലസ് 1 ബൈ n സ്ക്വയർ. നമുക്കറിയാവുന്നതാണ് ലിമിറ്റിൻ്റെ സം നൊട്ടേഷൻ വെച്ചിട്ട് നമുക്ക് ഈച്ചിന് ഓരോ ടൈമിന് നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റും. ഇതിൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്നാൽ 0 ആണ് റിസൾട്ട് യൂസ് നമുക്ക് ഈ സാധനം 0 പോവും, ഈ 1 ബൈ n സ്ക്വയറും 0 പോവും, ബാക്കി എന്തുണ്ടാവാം 2. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. ലിമിറ്റിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് ആണ് ആ ഫംഗ്ഷൻ തന്നെ വരിക. സോ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 വരും. ഓക്കെ, the next express the limit of Riemann sums limit n tending to infinity summation n k equal to 1 to n ck square minus 3k delta xk as an integral of if x0 x1 etc xn is a partition of the interval minus 7 5. Here Riemann sum corresponding to the partition x0 x1 etc xn and the point ck belongs to xk minus 1 xk is Sn equal to summation k equal to 1 to n f of ck delta xk. Summation k equal to 1 to n f of ck നമുക്ക് തന്നിട്ടുണ്ട് ck സ്ക്വയർ മൈനസ് 3ck, ദാറ്റ് ഈസ് ck സ്ക്വയർ മൈനസ് 3ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ വരും. ഹെൻസ് എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ ck സ്ക്വയർ മൈനസ് 3ck നമുക്ക് കിട്ടും. ദെൻ അത് വെച്ച് നമുക്ക് എന്താ എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് എക്സ് സീക്കോട്ട് എന്തെങ്കിലും എക്സ് സ്ക്വയർ മൈനസ് 3x. ആൾസോ ഹിയർ x0 x1 എക്സെട്ര xn ഈസ് ദി പാർട്ടീഷൻ ഓഫ് ദ ഇൻറ്റർവൽ മൈനസ് 7 5 അല്ലെ. ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് 7 5 ആണ് ഇൻറ്റർവലിൻ്റെ പാർട്ടീഷൻ ആണ്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി summation k equal to 1 to n ck square minus 3ck delta xk എന്ന് പറഞ്ഞാൽ തരും ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k equal to 1 to n ck square minus 3ck നമ്മൾക്കറിയാം എഫ് ഓഫ് ck ആണ്. സോ എഫ് ഓഫ് ck ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ദെൻ നമുക്ക് റീമാൻ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇത് സീക്കോട് നമുക്ക് എന്ത് വരും ഇൻറ്റഗ്രൽ മൈനസ് 7 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആണ് എക്സ് സ്ക്വയർ മൈനസ് 3x ആണ്. സോ ഇൻറ്റഗ്രൽ മൈനസ് 7 to 5 എക്സ് സ്ക്വയർ മൈനസ് 3x dx. സോ റീമാൻ സമ്മ് റീമാൻ ഇൻറ്റഗ്രൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ന ഇൻറ്റഗ്രേഷൻ എന്ന ടേമിലേക്ക് നമ്മൾ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ പാർട്ടീഷൻ കൊടുത്തു. ആ പാർട്ടീഷൻ എന്നിട്ട് ഓരോ റെക്ടാങ്കിൾസിൻ്റെ ഇടയിൽ ഓരോ ഇൻ്റർവലിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ പോയിന്റ് എടുത്തു. C1 C2 എക്സെട്ര ആയിട്ട് നമ്മൾ പോയിന്റ്സ് എടുത്തു. ദെൻ നമ്മൾ അതിൻ്റെ റീമാൻ സം ഡിഫൈൻ ചെയ്യുന്നു. റീമാൻ സം എന്തായിരുന്നു Riemann sum equal to Sn equal to summation k equal to 1 to n f of ck delta x കയറുന്ന എഫ് ഓഫ് ck എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ആ പോയിന്റ് നമ്മൾ ഇൻറ്റർവലിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റ് ആണ് ck. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഫിൻ്റെ വാല്യൂ ഡെൽറ്റ എക്സ് പറഞ്ഞാൽ ആ കേത്ത് ഇൻറ്റർവലിൻ്റെ ലെങ്ത് ആയിട്ട് വരും. ദെൻ ഈ ഇൻറ്റർവൽ നമ്മൾ എന്ത് ചെയ്യുക n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ റീമാൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റീമാൻ സമ്മും റീമാൻ ഇൻറ്റഗ്രലും. പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ക്ലിയർ?